യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് FC മാച്ച് കഴിഞ്ഞു. ആ ഒരു മാച്ചുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 സെക്കൻഡ് സമയം മാത്രം മതി ഒരു ലൈക്ക് ചെയ്യാൻ. 100 നമ്മുടെ ടാർഗറ്റ്. നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കണ്ട് നമ്മൾ ആരും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക 3 പോയിൻ്റ് എടുക്കാമായിരുന്നു, സത്യമാണ്. ബട്ട് എനിക്ക് എൻ്റർടൈൻ ചെയ്തു. ഒരു കളി എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിൽ, എന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കളി പിന്നെ വലിയ പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു കളി കാണുമ്പോൾ നമ്മൾ വിജയിച്ചാൽ പോലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവണം ആ കളി. ബട്ട് ഇന്നത്തെ കളി നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. സോ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വലിയ എന്താ പറയുക ഈ ഒരു കളിയെക്കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. കാരണം ഞാൻ കൂടുതലും കുറ്റം പറയുന്ന ആളാണ്. ഒരു കളി തോറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വലിയ ഇത് കുറ്റം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ്, ഒരു കളി എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റാണ്. സോ അതുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നോവാസുദയും ഹീസസ് ഹിമിനസും ആ ഒരു കൂട്ടുകെട്ടാണ്. എന്തായാലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്ക് ഇന്നത്തെ കളി കാണാൻ സാധിക്കുമെന്ന്. അതിന് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നല്ലൊരു കൂട്ടുകെട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സോ ഈ ഒരു കൂട്ടുകെട്ട് എന്താ പറയുക വരും കളികളിലും നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പല രീതിയിലാണെങ്കിലും ഹീസസ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. നോവാസുദി അദ്ദേഹത്തിൻ്റെ ആ ഒരു കറൻറ്റ് ഫോം കുറച്ചുകൂടെ മിനുക്കി അദ്ദേഹം ഉരസി ആ ഒരു വാൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അഡ്രിയാൻ ലുണയും കൂടെ ഈ ഒരു ഫിഫ ബ്രേക്കിന് ശേഷം തിരിച്ചു വരും. സോ നമുക്ക് പ്രതീക്ഷയുണ്ട് ഇങ്ങനൊരു JLN കോമ്പിനേഷൻ നടക്കുമെന്ന്. സോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം എന്ന് തന്നെ പറയണം. കാരണം ഒരു കോമ്പിനേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ഒരു ലെവലിലേക്ക് പോകുമെന്ന് നമുക്ക് വിചാരിക്കും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇത്ര ഹൈബൊക്കെ കൊടുക്കും, പക്ഷേ ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഇന്നാരും വിചാരിച്ചില്ല ഹീസസ് നോവ കോമ്പിനേഷൻ ഇത്ര നല്ല രീതിയിൽ പോകുമെന്ന്. ബട്ട് അത് നടന്നു. സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടക്കുന്നത്. എന്തായാലും അമിത പ്രതീക്ഷ വേണ്ട ഈ ഒരു കോമ്പിനേഷൻ വലിയ രീതിയിൽ ക്ലിക്കാകുമെന്ന് എങ്കിൽ പോലും നമുക്ക് പറയാമല്ലേ. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ചല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.